വിശുദ്ധ ബൈബിൾ പറയുന്നത് അനുസരിച്ച് മറ്റുള്ളവർ നമ്മുടെ മേൽ പിഴച്ചു കഴിഞ്ഞാൽ അവരെ ക്ഷമിക്കണമെന്ന് പഠിപ്പിക്കുന്നു. ക്ഷമ ആവശ്യമാണെന്ന് ബൈബിൾ പറയുന്നത് ദൈവം നമ്മെ ക്ഷമിക്കാൻ തയ്യാറായിരിക്കുകയാണെന്ന് ഉറപ്പാക്കാനാണ്. യേശു തന്റെ ഉപദ്രവികൾക്ക് പോലും ക്ഷമിച്ചു, കാരണം അവർ ചെയ്യുന്ന കാര്യം അറിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പാപിനിയായ സ്ത്രീയോട് യേശു ക്ഷമിച്ചു, അവളെ ശിക്ഷിക്കാതെ ഇനി പാപം ചെയ്യരുതെന്ന് അവളോട് പറഞ്ഞു. ദൈവത്തിന്റെ സ്നേഹം അതിപ്രകാരം വലുതാണ്, നമ്മെ ക്ഷമിക്കുകയും നമ്മുടെ പാപങ്ങൾ മറക്കുകയും ചെയ്യുന്നു. ഈ സ്നേഹം നമ്മെ ഉണർത്തുകയും മറ്റുള്ളവരോടും ക്ഷമിക്കാൻ പ്രചോദനം നൽകുകയും ചെയ്യുന്നു. ക്ഷമ, സ്നേഹം, കരുണ എന്നിവ മനുഷ്യരിൽ ബന്ധം ശക്തമാക്കുകയും സമാധാനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ സ്നേഹം അതിമാനുഷികവും അലൗകികവുമാണ്. അതിക്രമങ്ങളും പാപങ്ങളും ദൈവം മായ്ച്ചുകളയുന്നു, ഒരിക്കലും ഓർക്കാതെ. യേശു തന്റെ ശിഷ്യന്മാരെ സ്നേഹത്തിന്റെ വഴിയിലേക്ക് നയിച്ചു, പാപികളുടെ പാപം എത്രവട്ടം മാപ്പ് ചെയ്യണമെന്നു പറഞ്ഞു. പത്രോസ് ചോദിച്ചു, സഹോദരൻ എത്രവട്ടം പിഴച്ചാൽ ക്ഷമിക്കണം? യേശു മറുപടി നൽകി, 70 വട്ടം. വിശുദ്ധ പൗലോസ് പറയുന്നത്, ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ നമ്മൾ പരസ്പരം ക്ഷമിക്കണം, ദയയും മനസ്സലിവുമുള്ളവരായിരിക്കണം. കൊലോസ്യരുടെ ചുരുക്കത്തിൽ അന്യോന്യം പൊറുക്കുക, ഒരുവനോട് വഴക്കുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നും പറയുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, ക്ഷമിക്കുക, പൊറുക്കുക.